ഹലോ, ഞങ്ങളിന്നൊന്ന് പുറത്തോട്ട് പോവുകയാണ്. ഞങ്ങൾ നേരെ പോകുന്ന സോബിൻസ് ഗ്രീൻ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. ഇവിടുത്തെ ഏറ്റവും നല്ല മലയാളി ഫുഡ് കിട്ടുന്ന കടയാണ്. ഇതാണ് ഞങ്ങളുടെ ചേട്ടൻ, സോബിൻസ് ചേട്ടൻ. പുള്ളി ഭയങ്കര തമാശക്കാരനാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ്റെ ബിരിയാണി ട്രൈ ചെയ്യാത്തവരാരും കാണത്തില്ല. അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടെ ബിരിയാണി. നല്ല അടിപൊളി ദം ബിരിയാണിയാണിത്. അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടി വന്നിരിക്കുന്നത് തലശ്ശേരി ദം ബിരിയാണി കഴിക്കാം. ഈ ദം ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്ന ജീരകശാല അരിയല്ല ഉപയോഗിക്കുന്നത്. കാരണം ഡൽഹിക്കാർക്ക് ജീരകശാല അരി അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടിനും ഇടയ്ക്കുള്ള മീഡിയം സൈസ് അരിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി. നല്ല ട്രാഫിക്കാണ്, ട്രാഫിക്കിൽ പെട്ടുപോയെന്ന് തന്നെ പറയാം. അങ്ങനെ പൂവും കൊണ്ടൊക്കെ ബയ്യന്മാരൊക്കെ വരുന്നുണ്ട് പൂ വിൽക്കാനായിട്ട്. ചെറുക്ക എന്താടാ കാണിക്കുന്നത്? അവിടെ നിൽക്കണം. അങ്ങനെ ഞങ്ങൾ വന്നതോ സരോജിനി നഗറിലോട്ട്. നല്ല പൂവൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ? അവിടെ വെച്ച് കുറെ ബയ്യന്മാരെയൊക്കെ പരിചയപ്പെട്ട് അവരെ കണ്ടപ്പോൾ എന്തൊക്കെ ഇന്ന് തള്ളി മറിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മലയാളികളെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾ മലയാളികളാണോ ചോദിക്കുക. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സൈഡിലോട്ട് നോക്കിയപ്പോൾ അവിടെ വെച്ച് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പട്ടിയെ കണ്ടു. ഒരുത്തനാണെ പട്ടി എടുത്ത് ബാഗിൽ ഇട്ടുകൊണ്ടത്. എന്ത് രസമെന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ആ പട്ടിയെ കാണാൻ വേണ്ടി. അവനാ പട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ബാഗ് വാങ്ങിച്ചാണ് അവൻ പറഞ്ഞത്. എന്താണെന്നറിയത്തില്ല, പട്ടികളെ കാണുമ്പോൾ ഞാൻ കിടന്ന് കുരയ്ക്കുന്നുണ്ട്. പട്ടി നോക്കോ, ഇതേതാ ഞങ്ങളുടെ ഇനത്തിൽ പെടാത്ത വേറൊരു പട്ടി. അങ്ങനെ ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിച്ചില്ല. ഇതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ ചുമ്മാ അങ്ങോട്ട് ഇറങ്ങിയതാണ്. അവളെതാണ്ട് കമ്മലൊക്കെ നോക്കുന്നുണ്ട്. നേരെ പോയ ബുക്ക് പോലും വായിക്കാത്ത ഞങ്ങളുടെ അടുത്തൊരു ചെക്കൻ ബുക്കുമായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. ഇതെല്ലാം കണ്ടു കേട്ട് ഞങ്ങൾ അങ്ങ് തിരിച്ചു വന്നു. നല്ല താമസിച്ചു. സമയം 10:30 കഴിഞ്ഞു. വീട്ടിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. നല്ല ക്ഷീണം കൊണ്ട് ഇന്ന് പോയിട്ടൊന്ന് ഉറങ്ങണം.